ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 9 കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരവും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരവും ആലുവ ടൗൺ, ആലുവ മെട്രോ സ്റ്റേഷൻ ഇവിടങ്ങളിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരവും മെയിൻ ഹൈവേയിൽ നിന്നും 200 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട് 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട് തീർത്തും വാസ്തുശാസ്ത്രപരമായി കിഴക്കോട്ട് ദർശനമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KW കണക്ഷനും നൽകിയിരിക്കുന്നു. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല 2 കാറുകൾ ഒരേ സമയത്ത് ഈ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാർ പോർച്ച് വേണമെങ്കിൽ നിർമ്മിച്ച് നൽകുന്നതാണ്. വീണ്ടും മുൻവശത്തായി കടുപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നു, അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4.5 സെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ വീടിന് അത്യാവശ്യം സ്പേഷ്യസ് പ്ലോട്ടിന് അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മുൻവശത്തേക്ക് പോയാൽ കിഴക്കോട്ട് ദർശനം വരുന്നു. ഒരു പാളിയിലാണ് വീടിൻ്റെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും വീടുകളെല്ലാമുള്ള മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018 ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി വരുന്നു. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ്, ഒരു ടേബിൾ ടു വാഷ് കൗണ്ടർ എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഷെൽഫുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നേരെ കയറി ചെല്ലുന്ന കിച്ചണിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഈ കിച്ചൺ മനോഹരമായ രീതിയിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് ബേർണർ വയ്ക്കുന്നൊരു സ്പേസ് വരുന്നത്. മാത്രമല്ല ഒരു വർക്ക് ഏരിയ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല കിച്ചണോട് ചേർന്ന് തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു സ്പേസിലേക്ക് പോയ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം 2 കിച്ചണുകൾ ഇവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ബെഡ്റൂം സൈഡിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായി ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളോട് സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ളൊരു ബാത്റൂം അവൈലബിൾ ആണ്. ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായി ബാത്റൂം സെറ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 7 വർഷം 8 വർഷത്തോളം കമ്പനി ഗ്യാരണ്ടി നൽകുന്ന ഒരു ബ്രാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ സെക്കൻഡ് ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു 3 കമ്പാർട്ട്മെൻറ്റ് വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയ നീളത്തിലൊരു ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി സ്റ്റെയിൽസിലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ എല്ലാം വാളുകളിൽ പർഗോളകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി കൂടി അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലൊരു ബാൽക്കണി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹാൻഡിലിനായി ടഫൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം, അതായത് ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഒരു 3 കമ്പാർട്ട്മെൻറ്റ് വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം നമുക്കിവിടെ നൽകിയിരിക്കുന്നു.
നല്ല നീളത്തിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് അവൈലബിൾ ആണ്. ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്തിടാം. അതുപോലെ നമ്മുടെ ലഗേജ് കാര്യങ്ങൾ സ്റ്റോറേജ് സൗകര്യമായി യൂസ് ചെയ്യാം. സൈഡ് വശങ്ങളെല്ലാം വേണമെങ്കിൽ കവർ ചെയ്ത് നൽകുന്നതാണ്. ഈ വീടിൻ്റെ വിലാഭാഗങ്ങളിലേക്ക് പോയാൽ ചോദിക്കുന്ന വില 77 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു 8 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ഇടാണെങ്കിൽ ബാക്കി തുക ഞങ്ങൾ ലോണാക്കിയും നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, എല്ലാവരും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.